സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളം പറഞ്ഞു അവിടെ പൊസഷൻ എടുത്തു, ആവശ്യമായിട്ടുള്ള സംഖ്യ 42 കോടി രൂപ ഇതിനകം കോടതിയിൽ അടച്ചു, പൊസഷൻ ഏറ്റെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സ്റ്റേക്ക് ഒരു സ്റ്റേ ലഭ്യമാകാൻ, ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ ലഭ്യമാകാനും അവരുടെ അഭിഭാഷകർ ശ്രമിച്ചുവെങ്കിലും കോടതി അതിനൊന്നും നിൽക്കാതെ ആ കേസ് ഡിസ്മിസ് ചെയ്തത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു അനുഭവമാണ്. സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടും ചില ആളുകളുടെ മനസ്സിലെങ്കിലും കോടതി കേസ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരാശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ശരിയല്ല, ഇനി ഒരാശങ്കയും വേണ്ട എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് പറ്റി. സർക്കാരിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള രഞ്ജിത്ത് കുമാറും കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പും സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള CK ശശിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഹാജരായത്. കൃത്യമായി കേരളത്തിൻ്റെ വാദം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനായി. അതുകൊണ്ട് എൽസ്റ്റോണിലെ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലക്കുമില്ലാത്ത വിധം, സ്റ്റേയോ മറ്റൊരു വിലക്കുമില്ലാത്ത വിധം അത് മുന്നോട്ട് പോകാൻ സൗകര്യമായി. അവിടെ പൊസഷൻ ഏറ്റെടുത്ത ഘട്ടം തന്നെ നിങ്ങൾക്കറിയാം. ഡിവിഷൻ ബെഞ്ച് ആദ്യം താൽക്കാലികമായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള പൊസഷനാണ് നൽകിയതെങ്കിൽ പിന്നീട് കോടതി പിരിയുന്ന അന്ന് ആ 17 കോടി രൂപ കൂടി കോടതിയിൽ മറ്റൊരു അക്കൗണ്ടായി കെട്ടിവെക്കാൻ പറഞ്ഞ് അന്നു രാത്രി തന്നെ ആ പൊസഷൻ ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിവേഗം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 2025 തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2025 തന്നെ പണിയുന്ന വീടുകൾ പൂർണ്ണമായും പൂർത്തിയാക്കും. 2026 മാർച്ച് മാസത്തിനുള്ളിൽ വീടുകളോടൊപ്പം അനുബന്ധമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ, അംഗനവാടിയും കളിക്കളവും റോഡും ലൈബ്രറിയും എല്ലാം അടങ്ങുന്ന അനുബന്ധ പ്രവർത്തനങ്ങളും കൂടി പൂർത്തിയാക്കി ഒറ്റ വർഷക്കാലം കൊണ്ട് നാടിനിത് സമർപ്പിക്കും. 2025 പക്ഷേ വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കും. സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാണ്, സന്തോഷകരമാണ്, അഭിമാനകരമാണ്. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തീരുമാനം അതിൽ പ്രതികരിക്കുകയായിരുന്നു ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ.